രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടി പത്രമായ വീക്ഷണം മുഖപ്രസംഗം എഴുതിയിരുന്നു. എന്നാൽ പത്രത്തിന് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പാർട്ടിയുടെ നയത്തിന് എതിരായി എഴുതരുത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ കത്തുന്ന സൂര്യന്മാരാണെന്നും ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുലെന്നും ആ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും എഴുതിയത് ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും പത്രത്തിൻ്റെ MD പിന്നീട് അറിയിക്കുകയും ചെയ്തു. പിന്നീട് കെ മുരളീധരൻ പറഞ്ഞത് മുകേഷും രാഹുലും ചെയ്ത പ്രവൃത്തി ഒന്നാണെന്നാണ്. മുകേഷിന് എന്താണ് പ്രത്യേകത? സ്ത്രീകൾക്ക് നേരെ ആര് അക്രമം നടത്തിയാലും അത് തെറ്റാണെന്നും മുകേഷ് ആയാലും മാങ്കൂട്ടമായാലും ഒരേ നിലപാടാണെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. പാർട്ടി നേരത്തെ തന്നെ നടപടിയെടുത്തതാണെന്നും സ്വർണം കെട്ട കള്ളന്മാർ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. കൂടാതെ നിരപരാധിത്വം തെളിയിക്കുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ തിരിച്ചെടുക്കില്ല എന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. രാഹുലിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പാർട്ടിയോ മുഖപത്രമോ തയ്യാറല്ലെന്നും തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി അത് തിരുത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് വീക്ഷണം മുഖപ്രസംഗത്തിൽ പറഞ്ഞത് CPM-നെയും LDF-നെയും ഉദ്ദേശിച്ചാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ രാഹുൽ വിഷയം ഉയർത്തി കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ മുരളീധരൻ പറയുന്ന പോലെ എന്ത് നടപടിയാണ് രാഹുലിനെതിരെ പാർട്ടി എടുത്തിട്ടുള്ളത്? അയാളെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു. എന്നാൽ പാലക്കാട് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതും ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലാണ്. അത് മുരളീധരൻ എന്തുകൊണ്ടാണ് തടയാത്തത്? കുറച്ച് മുന്നേ നടന്ന ഒരു സംഭവം കൂടെ രാഹുലിൻ്റെ വിഷയം വരുമ്പോൾ മുരളീധരൻ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്കും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കും അന്നമൂട്ടിയ ആളാണ് കെ കരുണാകരൻ്റെ പ്രിയ പത്നി കല്യാണിക്കുട്ടിയമ്മ. അവർ കോൺഗ്രസ്സുകാർക്ക് അമ്മ തന്നെയായിരുന്നു. എന്നാൽ ആവേശം കൂടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് അത് മറന്നുപോയി. ആ അമ്മയെക്കുറിച്ച് പുലഭ്യം പറയുമ്പോൾ കയ്യടി കിട്ടുമെന്നാണ് അയാൾ കരുതിയത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയപ്പോഴാണ് കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് പത്മജയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വഷളൻ ഡയലോഗ് പറഞ്ഞത്. പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് പത്മജയെ അധിക്ഷേപിച്ചപ്പോൾ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഈ ന്യൂജൻ നേതാവായ രാഹുലിന് ഇല്ലായിരുന്നു. എന്തായാലും അതോടെ എല്ലാവർക്കും ഇവൻ്റെ നിലവാരം മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിലെ ആരും കാര്യമായി ഒന്നും പറഞ്ഞതുമില്ല. എന്നാൽ അമ്മയെ പുലഭ്യം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഫ്രോഡിനെ പത്മജ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. പാലക്കാട് മത്സരിക്കാൻ ഒരു ആൺകുട്ടി പോലുമില്ലേ എന്നായിരുന്നു രാഹുൽ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ പത്മജ ചോദിച്ചത്. കെ കരുണാകരൻ്റെ കുടുംബത്തെ ഞങ്ങളുടെ അമ്മയെ അപമാനിച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയുള്ളൂ എന്നും പത്മജ അന്ന് ചോദിച്ചിരുന്നു. മുരളീധരനും ആ ഒരു പക മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഒടുവിൽ പുതിയ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് പരാതി ഔദ്യോഗികമായി നൽകാനുള്ള ധൈര്യം നൽകാൻ മുരളീധരൻ മുന്നിലുണ്ടായിരുന്നു. ലോകം ഇടിഞ്ഞു വീണാലും കുലുങ്ങാത്ത കെ കരുണാകരൻ എന്ന ലീഡർ ആകെ തകർന്നു പോയത് കല്യാണിക്കുട്ടിയമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. ആ കല്യാണിക്കുട്ടിയമ്മയെ പരോക്ഷമായി പുലഭ്യം പറഞ്ഞ രാഹുലിനെ കോൺഗ്രസിൽ നിലനിൽപ്പില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട്. പാർട്ടിക്കാർ അമ്മയെപ്പോലെ കണ്ട കെ കരുണാകരൻ്റെ ഭാര്യയെ പിഴച്ചവളെന്ന് പറഞ്ഞവനും വിശന്നവന് പൊതിച്ചോറ് കൊടുത്തത് അനാശ്വാസം എന്ന് പറഞ്ഞവനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ലീഗുകാർ ആവേശം കാണിക്കുന്നുണ്ട്. ഒന്നും കെട്ടും രണ്ടും കെട്ടും വേണ്ടി വന്നാൽ സഖാവിൻ്റെ ഓളയും കെട്ടും എന്ന സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചവരാണ് ഈ ലീഗുകാർ. ലീഗിന് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനും വീട്ടുജോലികൾ ചെയ്യാനും പുരുഷനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുമുള്ള ഒരു വസ്തു മാത്രമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം അവർക്കൊരു വിഷയമേ അല്ല. ഇനി നിയമത്തിൻ്റെ വഴിയിൽ രാഹുൽ രക്ഷപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തേക്കാം. എന്നാൽ ഈ യുവനേതാവിനെ കേരള ജനത മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുകയും അബോർട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തത് മാത്രമല്ല ഈ MLA-യുടെ ചെയ്തികൾ. സകല യുവതികളുമായും ചാറ്റ് ചെയ്ത് ലൈംഗിക ബന്ധം ആവശ്യപ്പെടുന്ന ഒരു തേർഡ് റേറ്റ് ചെറ്റയാണ് പാലക്കാട് MLA. റിനിയാൻ ജോർജ് പറയുന്നത് പോലെ ഒന്നും രണ്ടുമല്ല, കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ ഇവൻ്റെ ശല്യം സഹിക്കുന്നുണ്ട്. അധികാരവും പാർട്ടിയിലെ സ്ഥാനവും ഉപയോഗിച്ചുള്ള ഈ പ്രത്യേകതരം പെണ്ണുപിടുത്തമാണ് മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്.